ഹലോ ഗൈസ്, ഹീറോ ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയുന്നൊരു പാർട്ടി ഉണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ അമ്മൂൻ്റെയും നൗറിയുടെയും വിവാഹ വാർഷികമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിട്ട് അവരൊന്ന് വിഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ രണ്ട് പേർക്കും XYZH വേൾഡിൻ്റെ വിവാഹ വാർഷിക ആശംസകൾ. അപ്പോൾ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോകാമെന്നുള്ളതാണ് പ്ലാന്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് ഞാൻ മെല്ലെ ഉറങ്ങിപ്പോയി. അത്രയധികം കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോട്ടൽ, ഒറെക്സ് സാത്തർ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മളെല്ലാവരും ഹോട്ടലിൽ കയറി. ശരിക്കും ഹോട്ടലിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹോട്ടലിൻ്റെ മുകളിൽ ഫാമിലി ഏരിയ ഉണ്ട്. ചെറിയ ചെറിയ പാർട്ടി, ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ നടത്താൻ പറ്റിയ നല്ല സൗകര്യമുള്ള ഹാൾ തന്നെയാണ് മുകളിലുള്ളത്. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള പരിപാടികളെല്ലാവരും സെറ്റ് ചെയ്ത് തന്നു. ഫസ്റ്റ് ചടങ്ങ് തന്നെ കേക്ക് കട്ട് ചെയ്യാന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. മണവാളിനും മണവാട്ടി കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത പരിപാടി എല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അടുത്തത് ഗിഫ്റ്റ് കൈമാറുന്നതാണ്. അവരുടെ വക സർപ്രൈസ് ഗിഫ്റ്റും അമ്മൂൻ്റെ വകയും സർപ്രൈസ് ഗിഫ്റ്റും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. നമ്മളുടെ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നത് നമ്മളങ്ങോട്ട് കൊടുത്തു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനിയാണ് പ്രധാനപ്പെട്ട പരിപാടി, ഫുഡ് അടിക്കുക എന്നുള്ള പരിപാടി. പ്രത്യേകിച്ച് നമ്മൾ ഓർഡറൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് അവിടെയുള്ള മെനു സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ മെനു പാടൊക്കെ നോക്കി ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഇനിയിപ്പോൾ അത് വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് വരുന്നവരെ ഹിറക്ക് ഭയങ്കര ബോറടിയായിരുന്നു. അപ്പോൾ ഹാനിയുടെ സ്പൈഡർമാൻ ക്യാപ്പ് എടുത്തിട്ടാണ് അവൾ ഈ കളിക്കുന്നത്. ഹാനി എന്തെങ്കിലും ക്യാപ്പ് നോക്കിയിരിക്കുകയാണ് അവൾ എന്താ ചെയ്യുന്നത്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. കാരണം 15 to 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഹോട്ടലിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിൻ്റെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കുറച്ച് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഫ്രൈസ് നേരത്തെ പറഞ്ഞു. അത് പെട്ടെന്ന് കിട്ടുന്നതാണല്ലോ, അപ്പോൾ അത് നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഫുഡ് എത്തി. നമ്മൾ ഒരു മിക്സ് പ്ലേറ്റ്, പിന്നെ പിള്ളേർക്കൊക്കെ പൊറോട്ട, അങ്ങനത്തെ ഫുഡുകളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതെല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഫുഡ് എത്തി കണ്ടില്ലേ. ഇനി അടുത്ത ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഫുഡ് എത്തി. ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുക്കും. പ്ലേറ്ററിൽ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഫിഷ് ഫിഷ് തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് മിൻറ്റ് ലൈമും കാര്യങ്ങളും. നല്ല സൂപ്പർ ഐസ്ക്രീമായിരുന്നു. ചെറിയൊരു ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു. നമ്മളും അവരും രണ്ട് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളവിടുന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ ഹിറക്കാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടുന്ന് ഇറങ്ങി മെയിൻ എൻട്രൻസിൻ്റെ അവിടെ സോഫയിലോളം ഇരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടും ഹിറക്ക് അവിടുന്ന് ഇറങ്ങാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റിൻ്റെ ഭംഗിയാണെന്ന് അറിയില്ല. കാരണം ആ ഫ്രണ്ടിലെ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ സോഫയിൽ നിന്ന് കളിക്കായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബായ്.